അമ്പലപ്പുഴ അന്വേഷണ കമ്മീഷൻ അംഗം എളമരം കരീമിനെതിരെ ജി സുധാകരൻ. ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രം അറിയാത്തയാൾ പരാതിയുടെ യാഥാർത്ഥ്യം അറിയിക്കാനെത്തിയ പ്രവർത്തകരെ എളമരം കരീം ഭീഷണിപ്പെടുത്തി. വസ്തുതകൾ മനസ്സിലാക്കാനുള്ള അവസരം ബോധപൂർവം നിഷേധിച്ചതായും സുധാകരൻ പറഞ്ഞു. ഈ 11,000 വോട്ട് ഞാൻ 124 ഇവിടെ തോറ്റതാ, 5,000 VS ഇവിടെ തോറ്റതാ, 2,000 ചന്ദ്രനാഥൻ തോറ്റതാ. ഞങ്ങൾ MLA-മാരായി ഇരിക്കുമ്പോൾ ആ സീറ്റ് 11,000 വോട്ടിന് അത്രമാത്രമൊന്നും സേവനമൊന്നും ആയിട്ടില്ല, സമയമായിട്ടില്ല. വിജയിക്കുമെന്ന് പോലും അറിയാത്ത ഒരാളെ നിർത്തി ഞാൻ തന്നെ സെക്രട്ടറി പേര് പറഞ്ഞു. അത് പറ്റിയ ഒരു തെറ്റാണ്. ആ തെറ്റാന്ന് സംബന്ധിച്ച് അതിൻ്റെ പേരിൽ ഈ ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രം അറിയാൻ പാടില്ലാത്ത കരിയമെന്ന് അന്വേഷണം നടത്തിയില്ലേ? തെളിവ് കൊടുക്കാൻ പോയ മുഴുവൻ ആളെയും 8 പേര് എൻ്റെ പേരുള്ള തെറ്റാന്ന് പറഞ്ഞാൽ അയാൾ ഭീഷണിപ്പെടുത്തിയെന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. ഞാൻ മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? എന്നുവെച്ചാൽ സംസാരിക്കുന്ന പുള്ളി തടഞ്ഞെന്നാണ്. എന്താ അദ്ദേഹത്തിന് എന്താ കാര്യം? ഞങ്ങൾ ഒരുമിച്ച് ക്യാബിനറ്റ് ചെയ്യുന്നതല്ലേ. അദ്ദേഹം ഇപ്പോൾ 1.5 ലക്ഷത്തിനല്ലേ തോറ്റതവിടെ സ്വന്തം നാട്ടിൽ. ഇതൊക്കെ അവർ മനസ്സിലാക്കട്ടെ. ഒരവസരം കിട്ടിയാൽ അതെന്തെങ്കിലും കൊണ്ട് അന്വേഷിച്ച് അതിൻ്റെ വസ്തുതകൾ കണ്ടെത്തി അല്ലേ. പക്ഷെ ഞാനെങ്ങും പോയില്ലല്ലോ. എൻ്റെ പേരിൽ അവസാനം താക്കിയത് ഞാനും കൈവൊക്കെ അവിടെ വിമർശിച്ചതിന് ശേഷം ഞാൻ കൈവൊക്കെയല്ലോ. 1.5 ലക്ഷം വോട്ടിന് കരീമിനെ ആരെങ്കിലും തോൽപ്പിച്ചതാണോ എന്ന് മറുപടി പറയണം. സ്വന്തം നാട്ടിലല്ലേ 1.5 ലക്ഷത്തിന് തോറ്റത്? കഴിഞ്ഞ തവണ 85,000 തോറ്റെടുത്താണ് ഇപ്പോൾ 1.5 ലക്ഷത്തിന് തോറ്റത്. 11,000 ജയിച്ച അമ്പലപ്പുഴയിൽ അന്വേഷണം നടത്തിയല്ലോ. ജയിച്ചെടുത്ത് എന്തിനാണ് പരാതി നൽകിയതെന്ന് അറിയില്ലെന്ന് പിണറായിയും കോടിയേരിയും പിന്നീട് തന്നോട് തന്നെ ചോദിച്ചെന്നും സുധാകരൻ പറഞ്ഞു. വിജയിക്കുമെന്ന് പോലും അറിയാത്ത ഒരാളെ നിർത്തി ഞാൻ തന്നെ സെക്രട്ടറി പേര് പറഞ്ഞു. അത് പറ്റിയ ഒരു തെറ്റാണ്. ആ തെറ്റാന്ന് സംബന്ധിച്ച് അതിൻ്റെ പേരിൽ ഈ ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രം അറിയാൻ പാടില്ലാത്ത കരിയമെന്ന് അന്വേഷണം നടത്തിയില്ലേ? തെളിവ് കൊടുക്കാൻ പോയ മുഴുവൻ ആളെയും 8 പേര് എൻ്റെ പേരുള്ള തെറ്റാന്ന് പറഞ്ഞാൽ അയാൾ ഭീഷണിപ്പെടുത്തിയെന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. ഞാൻ മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? എന്നുവെച്ചാൽ സംസാരിക്കുന്ന പുള്ളി തടഞ്ഞെന്നാണ്. എന്താ അദ്ദേഹത്തിന് എന്താ കാര്യം? ഞങ്ങൾ ഒരുമിച്ച് ക്യാബിനറ്റ് ചെയ്യുന്നതല്ലേ. അദ്ദേഹം ഇപ്പോൾ 1.5 ലക്ഷത്തിനല്ലേ തോറ്റതവിടെ സ്വന്തം നാട്ടിൽ. ഇതൊക്കെ അവർ മനസ്സിലാക്കട്ടെ. ഒരവസരം കിട്ടിയാൽ അതെന്തെങ്കിലും കൊണ്ട് അന്വേഷിച്ച് അതിൻ്റെ വസ്തുതകൾ കണ്ടെത്തി അല്ലേ. പക്ഷെ ഞാനെങ്ങും പോയില്ലല്ലോ. എൻ്റെ പേരിൽ അവസാനം താക്കിയത് ഞാനും കൈവൊക്കെ അവിടെ വിമർശിച്ചതിന് ശേഷം ഞാൻ കൈവൊക്കെയല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം തന്നെ ഇത്രയെങ്കിലും പറയുന്നത്. അത് ഞാൻ വേറൊന്നും പറയുന്നില്ല, ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ഇതൊക്കെ ജി സുധാകരൻ പറയുമ്പോഴും ഒതുക്കപ്പെട്ട ആളുകളുടെ ഇപ്പൊ ഈ കാണുന്ന ഈ ആലപ്പുഴയിൽ നിന്നിട്ടുള്ള ആളുകളാണെങ്കിലും സ്റ്റേറ്റ് വൈഡ് ഇപ്പൊ സാറിന്റെ ഒരു മന്ത്രി എന്നുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ് കണ്ടിട്ടുള്ള ആളുകളാണെങ്കിലും ആളുകളിടുന്നൊരു വിലയുണ്ട്, അല്ലെങ്കിൽ ആളുകളുടെ വിലയിരുത്തലുണ്ട്. അതിനപ്പുറത്തേക്ക് സംഘടനാപരമായി മനസ്സിലാക്കപ്പെടാതെ പോയി എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടായിരിക്കാം, ഉണ്ടല്ലോ, പോയിട്ടുണ്ടല്ലോ. പക്ഷെ എനിക്ക് പരാതിയില്ലല്ലോ. ഞാനൊന്നും പബ്ലിക്കായിട്ട് പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഇപ്പോഴും ഞാനൊന്നും എല്ലാം പറയുന്നില്ല. എനിക്ക് പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ 1.5 ലക്ഷം വോട്ടിന് അദ്ദേഹം തോറ്റല്ലോ. ഇവിടെ 17,000 ഭൂരിപക്ഷം. അപ്പം അദ്ദേഹത്തെ ആരെങ്കിലും തോപ്പിച്ചാണോ? മറുപടി പറയട്ടെ. കഴിഞ്ഞ തവണ 85,000 ഉള്ളൂ പ്രദീപ് കുമാറിന് പറഞ്ഞു. ഇപ്പം എങ്ങനെ പറ? 10-25,000 വോട്ടോടെ എങ്ങനെ കുറഞ്ഞു? അദ്ദേഹം പറയട്ടെ. ആരെങ്കിലും തോപ്പിച്ചാണോ? പറയട്ടെ. ഞാൻ പിന്നെ ആർഗ്യുമെന്റ് പറയട്ടെ. ഇവിടെ എല്ലാം തോറ്റെടുത്തെല്ലാം 10,000 വ്യത്യാസം. ആരെങ്കിലും തോപ്പിച്ചാണോ? അതുപോലെ കണ്ടാൽ പോരായിരുന്നോ? എന്തെങ്കിലും തെളിവുണ്ടോ? ആരെങ്കിലും പറഞ്ഞോ? വോട്ടർമാർ പറഞ്ഞോ? പൈസ പിരിച്ചു കൊടുത്തില്ല. അതെ, 17 ലക്ഷം പിരിച്ചു കൊടുത്തു. ഞാൻ മന്ത്രിയൊന്നും അല്ല, ഞാൻ സ്ഥാനാർത്ഥിയല്ല. എന്നെ ആർക്കും വേണ്ട പണക്കാർക്ക്. മന്ത്രിയായിരുന്നപ്പോൾ പിരിച്ചു കൊടുത്ത കണക്കൊന്നും ഞാൻ പിരിച്ചു കൊടുത്തിട്ടുണ്ട് കൊടുക്കേണ്ടത്. എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണക്കൊന്നും ഞാൻ പറയത്തില്ല. കാരണം അത് പാർട്ടി അകത്ത് അറിയേണ്ടതാണ്.